ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടിനി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടി ആവും ഞാൻ. അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്ന കാര്യം, ഞാൻ ഒരു 33 ആഴ്ച കൂടിയപ്പോൾ സ്കാനിങ് ചെയ്തായിരുന്നു. ആ സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു, അതേപോലെ തന്നെ വെള്ളക്കുറവായിരുന്നു. ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാ ആൾക്കാരിലും എന്താ പറയുന്നത്, വെയിറ്റ് കുറവും വെള്ളക്കുറവൊക്കെ കാണുന്നുണ്ട്. വെള്ളക്കുറവൊക്കെ കൂടുതൽ കാണുന്നത് ഈ ഷുഗർ ഉള്ളവർക്കാണ് കൂടുതൽ ഈ വെള്ളക്കുറവും കൂടുതലൊക്കെ കാണുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക്. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ട്, വെള്ളക്കുറവുണ്ട്. നമുക്ക് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ ഈ വെയിറ്റൊക്കെ കൂടും. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ കഴിച്ച് കൊച്ചുങ്ങൾക്ക് വെയിറ്റ് വയ്ക്കേണ്ടത് നോർമൽ ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് വയ്ക്കുന്നതാണ്. അപ്പം നമ്മുടെ ചിലവർക്ക് വൊമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ വെയിറ്റ് കുറയായിരിക്കും കുഞ്ഞിൻ്റെ. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ ഫുഡും, ഞാൻ വെയിറ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞ് വെയിറ്റ് വയ്ക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്തിരി നല്ല ഫുഡ് കഴിച്ച് വെയിറ്റ് വയ്ക്കുന്ന ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വെയിറ്റ് വയ്ക്കുന്നത്. അപ്പം ഞാൻ കഴിച്ചായിരുന്നത് ഒരു ദിവസം കാലത്തും വൈകിട്ടും ഓരോ നേന്ത്രപ്പഴം പുഴുങ്ങിയും ഒരു മുട്ട പുഴുങ്ങിയും, അങ്ങനെ ഒരാഴ്ച ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ വെയിറ്റും കൂടി കുഞ്ഞിൻ്റെ വെയിറ്റും കൂടി. 1,800 സംതിങ് ഉണ്ടായിരുന്ന കുഞ്ഞ് ഇപ്പം 2,400 സംതിങ് ആയി. അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഈ നേന്ത്രപ്പഴമൊക്കെ 2 നേരമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പോൾ പ്രഗ്നൻസി ലേഡീസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു 2-3 നേന്ത്രപ്പഴം പ്രഗ്നൻ്റായ ഒരു 3-4 മാസം ആകുമ്പോൾ തൊട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഡെയിലി 2 മുട്ട വെച്ച് കഴിക്കുക, ഓരോ ഗ്ലാസ് പാൽ കുടിക്കുക. ഡെയിലി വെള്ളക്കുറവൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കരിക്കും വെള്ളമൊക്കെ കുടിക്കുക. അപ്പം നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ റിപ്പോർട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇതായിട്ട് റിപ്പോർട്ട് കണ്ടോ, ഇത് കണ്ടോ, 33 വീക്സിൻ്റെയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കണ്ടോ, 1.838. അപ്പോൾ അതിൽ -272 ഗ്രാം കുറയും ചെയ്യാം, കൂടും ചെയ്യാം. അപ്പോൾ കുറയണമെങ്കിൽ ഒന്നും കൂടിയും നമുക്ക് എന്തിട്ട് പറയുന്ന വെയിറ്റ് ലോസ് ആയിരിക്കും. ഇതാണ് ഫ്ലൂയിഡ് കണ്ടോ, 9.2. അപ്പം അതും കുറവാണ്. പക്ഷെ ഞാൻ ഒരാഴ്ചത്തെ ഫുഡിന് ശേഷം എനിക്ക് ഡേറ്റ് നോക്കിക്കോട്ടെ, ഞാൻ എടുത്തത് 2/3. ഇനി ഒരാഴ്ച 13/3. അപ്പം നോക്കിയാൽ ഫുഡ് കഴിച്ചു. അപ്പോൾ ഡേറ്റ് 34 ആഴ്ച. കുഞ്ഞിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചാൽ അമ്മേ, ഇതേ കണ്ട, കുഞ്ഞിൻ്റെ വെയിറ്റ് കണ്ടില്ലേ, 2.485 ഗ്രാം. പിന്നെ ഫ്ലൂയിഡ് കണ്ടോ, 10.7 ആയി. അപ്പം നമുക്ക് വെള്ളം കുടിച്ചും നമ്മുടെ ഫുഡ് കഴിച്ചും നമുക്ക് ഈ ഫ്ലൂയിഡ് കൂട്ടാവുന്നുള്ളൂ എന്ന് എൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ എനിക്ക് മനസ്സിലായി. നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ പ്രഗ്നൻസി ലേഡീസിന് വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തിട്ട് ചെയ്യണം, ഒരു 3 ലിറ്റർ വെള്ളം കുറഞ്ഞത് കുടിക്കണം. നമ്മൾ എല്ലാ ദിവസവും കുടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 3 ലിറ്റർ കുടിക്കുന്നുണ്ടെന്ന്. പക്ഷെ 3 ലിറ്റർ ഒന്നും കുടിക്കില്ല. ചൂട് കൂട്ടണതുകൊണ്ട് ഇത്തിരി കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങണ സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം ഡിവൈഡ് ചെയ്തിട്ട് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് അതിന് 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഇത്രയും വെള്ളം ഞാൻ കുടിക്കും എന്ന് വിചാരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സിപ്പ് കുടിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ സിപ്പ് കുടിക്കുക. അങ്ങനെ ആ സമയത്തിനുള്ളിൽ ആ ബോട്ടിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3-3.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ച് തീർക്കാൻ പറ്റാവുന്നതുള്ളൂ. പിന്നെ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. നേന്ത്രപ്പഴം കഴിക്കുന്നത് കൊച്ചിൻ്റെ വെയിറ്റ് നന്നായി കൂടാൻ സാധിക്കും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും, ചില ആൾക്കാർക്ക് അറിവില്ല, ഞാൻ നേഴ്സാണ്, എന്നാലും നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കൊച്ചിന് വെയിറ്റ് കുറവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോലും നമ്മുടെ കൊച്ചിന് വെയിറ്റ് കുറവുണ്ടായിരുന്നു. അപ്പം ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എങ്ങനെ ഫുഡ് കഴിച്ച് കൊച്ചിന് വെയിറ്റ്. അപ്പം നേന്ത്രപ്പഴം ഏറ്റവും നല്ല
ഒരു ഫുഡാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തുടങ്ങി ആഴ്ചയിൽ 1, 2, 3 നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം കൊച്ചുങ്ങളുടെ വെയിറ്റിൻ്റെ തൂക്കം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു 2 നേന്ത്രപ്പഴമെങ്കിലും കുറഞ്ഞത് പ്രഗ്നൻ്റ് ആകുമ്പോൾ പുഴുങ്ങി കഴിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് കുറവുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പം എനിക്ക് ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴാണ് വെയിറ്റ് കുറവ് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പം അങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.